സഹാബത്തിന്റെ ചരിത്രത്തിൽ കാണാം, പൂച്ചയെ പോലും അകത്തു നിന്ന് പുറത്താക്കിയതിനു ശേഷം മാത്രമേ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് കിടക്കാറുള്ളൂ എന്ന് ചരിത്രത്തിൽ കാണാം. പൂച്ചയെ പോലും പുറത്താക്കിയിട്ട്, അതാണ് ലജ്ജ എന്ന് പറയുന്നത്. ലജ്ജ എടുത്തുപോയി, അതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. ഈമാനിൽ കണക്ട് ചെയ്ത ലജ്ജ എടുത്തുപോയിട്ടുണ്ട്. ആണുങ്ങളുടെ നിന്നും പോയി, പെണ്ണുങ്ങളുടെ നിന്നും പോയി, എല്ലാവരുടെ നിന്നും പോയി. നമ്മളെ ഏറ്റവും വലിയൊരു ശ്രമം വേണ്ടത് ലജ്ജ തിരിച്ചു കൊണ്ടുവരാനാണ്. കാരണം ഇസ്ലാം ദീനിലല്ലാതെ വേറൊരു മതത്തിലും ഹയാ ആവശ്യമുള്ളതാണ് എന്ന ചർച്ചയില്ല. ഇലാഹിയായ മതത്തിലല്ലാതെ വേറെ എവിടെയും അത് ചർച്ചയില്ല. അതുകൊണ്ട് നമ്മളാണത് തിരിച്ചു കൊണ്ടുവരേണ്ടവർ, നമ്മളത് തിരിച്ചു കൊണ്ടുവരണം. അതൊരു വിജയത്തിന്റെ മാർഗമാണ്. ഏറ്റവും കൂടുതൽ ലജ്ജയുള്ളവനാണ് ഏറ്റവും കൂടുതൽ ഈമാനുള്ളവൻ. ഏറ്റവും കൂടുതൽ ലജ്ജയുള്ളവളാണ് ഏറ്റവും കൂടുതൽ ഈമാനുള്ളവൾ. അതുകൊണ്ട് ഇത് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം, ശരിക്ക് കുട്ടികളെയും പഠിപ്പിക്കണം. അപ്പോഴേ അവർക്ക് മറക്കാൻ തോന്നുള്ളൂ. കാണുന്നതിൽ ലജ്ജ വേണം, കാണാതിരിക്കുന്നതിൽ ലജ്ജ ഉണ്ടാവണ്ട. എങ്ങനെയപ്പോ കാണാതിരിക്കലേ നമുക്ക് മടി തോന്നണേ, എങ്ങനെയപ്പോ മുഖം കാണിക്കാതിരിക്കുക, അതൊരു ലജ്ജയാണ്. കാണുന്നതിൽ ലജ്ജയായിട്ട് അത് എന്ന് മാറുമോ അന്ന് നമുക്ക് വിജയം ഉണ്ടാവും. നമ്മളെന്നാ നമ്മളെ കുട്ടികൾ പഠിക്കണത്, നമ്മളിൽ നിന്നാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഏതായാലും ഉസ്താദ് എങ്ങനെ ആയിപ്പോയി, കുട്ടികൾ നന്നാകാൻ വേണ്ടി ഒന്ന് ദോരക്കൊണ്ടു എന്ന് പറഞ്ഞിട്ട് 100 റുപ്യ വയതിന് കൊടുത്തിട്ട് ആദ്യം നമ്മൾ നന്നാവാൻ തീരുമാനിച്ചാൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് നന്നാവും. 100 റുപ്യ കൊടുത്തോളി, ദോരന്നോളി, അതൊക്കെ വേണ്ട തന്നെയാണ്. എന്നാലിപ്പോൾ അതൊക്കെ നിർത്താൻ തീരുമാനിക്കണ്ട, അതൊക്കെ വേണം. അതിൻ്റെ ഒപ്പം നമ്മളൊന്ന് നേരാവാൻ തീരുമാനിക്കൂടി വേണം. നമ്മളൊരു നേരാവാൻ തീരുമാനിക്കണം. നമ്മളെ ഇസ്ലാമിക് സെന്ററിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പുടിയാരച്ചതിന് ശേഷം സുബ്ഹി ഖളാ ആയത് ഓർമ്മയിലില്ല, എൻ്റെ ഉമ്മ അത്തിരി ഉഷാറായിരുന്നു എന്ന് പറഞ്ഞു. എന്തൊരു സന്തോഷമുള്ള വർത്താനാണത്, വലിയ സന്തോഷമുള്ള ഒരു വർത്താനാണത്. കുട്ടികളെ സുബഹിസ്കരിപ്പിക്കുന്നത് ഉമ്മയും വാപ്പിയും തന്നെയാണ്, വേറെ ആരുമല്ല. ആദ്യം നമ്മൾ നിസ്കരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളെ കണ്ട് നമ്മളെ കുട്ടികളും തയ്യാറാവും. ഗൾഫ് നാടുകളിൽ കുറച്ചൊക്കെ ഒരു മെച്ചമുണ്ട് കേട്ടോ. നാട്ടിൽ ആ വിഷയം ഇതിലേറെ പരാജയം. ഗൾഫിൽ കുറേയൊക്കെ ഒരു മെച്ചമുണ്ട് ആ വിഷയത്തിൽ, ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. സുബഹിക്ക് നിൽക്കുന്ന വിഷയത്തിൽ മറസുള്ളതുണ്ട്. നാട്ടിൽ അതെന്ന് മാത്രമല്ല, നാട്ടിൽ ഇപ്പൊ എല്ലാ ഭക്തനും പള്ളിയൊക്കെ പോകണം. നമ്മൾ വരെ നാട്ടിൽ പോയാലും അതിന് ഒഴിവിട്ടുന്നില്ല. ഒഴിവിട്ടായിട്ടാണെങ്കിൽ അത് വേറെ, പക്ഷെ ഒഴിവിട്ടിയാൽ തന്നെ പോകൂലെങ്കിൽ അവൻ എന്താ കാട്ടുക? ഒഴിവിട്ടണില്ല എന്നല്ലെങ്കിൽ വേറെ പല വഴിയുണ്ട്. പക്ഷെ ഒഴിവ് കിട്ടിയാലും നമ്മൾ പോകൂലച്ച എന്ത് ചെയ്യും? അതൊരു പ്രശ്നം തന്നെയാണല്ലോ. അതുകൊണ്ട് ഫർദ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ, സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കണുണ്ടോ അത്ര കണ്ട് നമ്മളിൽ നിന്ന് അത് നമ്മളെ കുട്ടികൾക്ക് പകർന്നു കിട്ടും. നമ്മളെന്തൊക്കെ ചെയ്യണോ അതന്നെയാണ് കുട്ടികളെ നമ്മളിൽ നിന്ന് അഭ്യസിക്കുന്നത്. ഓരോ കാര്യത്തിലും ആ ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. ഓരോ കുട്ടികളുടെ ഓരോ ചോദ്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം, കുട്ടികളുടെ ഓരോ പെരുമാറ്റവും ശ്രദ്ധിക്കണം. ആദ്യഘട്ടത്തിൽ തിരുത്തിയില്ലെങ്കിൽ പിന്നെ നമുക്ക് തിരുത്താൻ കഴിയൂല. പല വിഷയവും അങ്ങനെയാണ്. ഫസ്റ്റത്തെ പ്രാവശ്യം തന്നെ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് മോനെ അത് വേണ്ട, വലത്തെ കൈ കൊണ്ട് കുടിച്ചാൽ മതി എന്ന് പറയാൻ പറ്റണം നമുക്ക്. കൊഴിഞ്ഞു ചാടിയ ഭക്ഷണം എടുക്കാൻ മാപ്പിളാർ ഭക്ഷണം കഴിക്കുന്നതും അല്ലാത്തൊരു ഭക്ഷണം കഴിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം കാണണം. അദബുകളിൽ വെച്ച് ഏറ്റവും വലിയ അദബ് ഭക്ഷണത്തിന്റെ അദബാണ്. അദബുകളിൽ മര്യാദയിൽ വെച്ച് ഏറ്റവും വലിയ മര്യാദ ഭക്ഷണത്തിന്റെ മര്യാദയാണ്. ഭക്ഷണത്തിൽ മര്യാദ പാലിക്കുന്നവൻ ജീവിതത്തിൽ മൊത്തത്തിൽ മര്യാദയുള്ളവനായിരിക്കും. എല്ലാ അദബും മര്യാദയും നഷ്ടപ്പെടാറുള്ളത് ഭക്ഷണത്തിന്റെ അടുത്തെത്തിയാലാണ്. നമ്മൾ കഴിക്കണ ഭക്ഷണം നമുക്ക് ഉപകാരപ്പെടുന്നില്ല. എന്തേ കാരണം? ഗൗസുല്ലാദം പറഞ്ഞു അതിന്റെ കാരണം. സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാത്തതാണ് ഭക്ഷണം ഉപകാരപ്പെടാത്തതിന്റെ കാരണം. കുട്ടികൾക്ക് മുലപ്പാല് ഉപകാരപ്പെടുന്നതിന്റെ കാരണം കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്നല്ലാതെ ഖൽബിൽ വേറൊന്നുമില്ല എന്നതാണ്. കുട്ടി മുലടിക്കുമ്പോ കുട്ടിയുടെ ഖൽബിൽ അൽഹംദുലില്ലാഹ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാ. നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നാലും നാട്ടുകാരെ പറ്റി മുഴുവൻ പറഞ്ഞാലും അള്ളാഹിനെ പറ്റി ഒരു ഹർഫും പറയില്ല. ഭക്ഷണത്തോടുള്ള ശുക്ർ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ്. ഒന്നുകിൽ ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം തന്ന അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കണം. നമുക്കൊരു ഉപകാരം കിട്ടിയാൽ ആ ഉപകാരത്തെ കുറിച്ച് സംസാരിക്കൽ അതിനോടുള്ളൊരു നന്ദിയാണ്. അപ്പൊ ഭക്ഷണത്തെ കുറിച്ചുള്ള സംസാരം അതിനോട് ചെയ്യുന്നൊരു നന്ദിയാണ്, നല്ല സംസാരം. അല്ലെങ്കിൽ ഭക്ഷണം തന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരമാണ് വേണ്ടത്. ലഇൻ ശക്കർതും ലഅസീദന്നകും
വലഇൻ കഫർതും ഇന്നദാബി ലശദീദ്. അതുകൊണ്ട് ഇലാഹിയായ ചിന്തകളിലേക്ക് നമ്മളും നമ്മുടെ കുടുംബവും മടങ്ങണം. അതിനാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നവരാവണം. നമ്മുടെ കുടുംബവും അങ്ങനെ ആവണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദീനിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മുടെ കുടുംബത്തിലൂടെ ഇങ്ങനെ കൊണ്ടുവരണം. ആദ്യം ഭക്ഷണത്തിലെ മര്യാദ മുതൽ തുടങ്ങണം. ഭക്ഷണത്തിന് ഒരുപാട് മര്യാദകളുണ്ട്. 2 കൈയും കഴുകണം എന്നാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്. കുട്ടികളെ അങ്ങനെ തന്നെ ശീലിപ്പിക്കണം. കൊഴിഞ്ഞു ചാടിയ ഭക്ഷണം ജുദാമിനും ജുനൂനിനും ബറസിനും മരുന്നാണെന്ന് മുഹമ്മദ് നബി. കൊഴിഞ്ഞാടിയ ഭക്ഷണം 3 അസുഖത്തിന് മരുന്നില്ല എന്ന് വിധി എഴുതിയ 3 രോഗത്തിന് ചികിത്സയാണ് കൊഴിഞ്ഞാടിയ ഭക്ഷണം. എന്തേലും പറയണ മനുഷ്യൻ പറഞ്ഞതല്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വമാ യന്തിഖു അനിൽ ഹവാ, ഹവയെ കൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. എനിക്കിഷ്ടമുള്ളത് പറയുന്ന ആളല്ല ഞാന്. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ. വഹീന്റെ അടിസ്ഥാനത്തിലുള്ള ഇൽമു യഖീനായ ഇൽമാണ്. അങ്ങനെ തന്നെയാണ്. കൊഴിഞ്ഞാടിയ ഭക്ഷണം 3 രോഗത്തിന് ചികിത്സയാണ്. ജുനൂനിനും ജുദാമിനും ബറസിനും, ഭ്രാന്തിനും വെള്ളപ്പാണ്ടിനും കുഷ്ഠരോഗത്തിനും ചികിത്സയാണ്. അങ്ങനത്തെ ഒരു മരുന്ന് നമ്മളെ പെരയിലുണ്ടായിട്ട് എന്താ നമുക്കത് കഴിച്ചാൽ? അങ്ങനത്തെ ഒരു മരുന്ന്. പിന്നെ മാത്രമല്ല, ഒരു സാധനത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ എപ്പോഴും ശ്രമിക്കുക അതിലുള്ള ബറക്കത്തായിരിക്കും. ബർക്കത്ത് എത്ര കിട്ടിയാലും മതിയാകാത്ത സാധനമാണ്. ആർക്കും മതിയാവില്ല. അതുകൊണ്ടാണല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം അവനാന്റെ പ്ലേറ്റ് കിടണം എന്ന് പറയണേ. ബർക്കത്ത് വേറെ ആൾക്ക് കൊടുക്കാൻ മാത്രം ഇല്ല. ബർക്കത്തില്ലാത്ത എല്ലാവരും കൊണ്ടായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ബർക്കത്ത് നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. അത് ഇനി എത്ര പ്രധാനപ്പെട്ട ആളാണെങ്കിലും മറ്റൊരാൾ കൊടുക്കാൻ മാത്രം ഇല്ല സാധനേ. അതുകൊണ്ട് ആദ്യത്തേതും അവസാനത്തതും നമ്മൾ തന്നെ എടുക്കണം. കിട്ടുമെങ്കിൽ ഇട്ടോ, തട്ടിപ്പറിക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കിട്ടുമെങ്കിൽ നമ്മൾ തന്നെ എടുക്കണം. അവസാനത്തെ പറ്റി നമ്മൾ തന്നെ എടുക്കണം, ആദ്യത്തും നമ്മൾ തന്നെ എടുക്കണം. കാരണം അത് രണ്ടും, ആദ്യത്തിനും അവസാനത്തിലാണ് ബർക്കത്ത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തിനാ പറ്റുക? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ മാത്രമൊന്നല്ല, എല്ലാറ്റിലും ഉണ്ട്. എല്ലാവരും ഉണ്ട്. മക്കളിൽ ബർക്കത്തുണ്ടല്ലോ. 10 മക്കളുണ്ട്. ആവശ്യ നേരത്തെ ഒറ്റൊന്നും ഉണ്ടായില്ല. ഒരു കുട്ടിയേ ഉള്ളൂ. എല്ലാറ്റിനും ഓൻ തന്നെ ഉണ്ട്. ബർക്കത്തിലുള്ള വ്യത്യാസമാണത്. ബർക്കത്തുണ്ടെങ്കിൽ 1 ലക്ഷം റുപ്യ ഉണ്ട്, 10 ലക്ഷം റുപ്യ കടമുണ്ട്. 300 റുപ്യ ആകുള്ളൂ, 100 റുപ്യന്റെ ആവശ്യമുള്ള 200 റുപ്യ ബാക്കിയുണ്ട്. ബർക്കത്തുകൾ തമ്മിലുള്ള വ്യത്യാസമാണത്. ബർക്കത്തുള്ള സാധനം കുറച്ച് മതിയാവും. ബർക്കത്തില്ലാത്ത എത്ര ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകട്ടെ. ആയുസ്സിൽ ബർക്കത്തുണ്ടല്ലോ. ആയുസ്സിലൊരു ബർക്കത്തുണ്ട്, സമയത്തിൽ ബർക്കത്തുണ്ട്. സമയത്തിലൊരു ബർക്കത്തുണ്ട്. ഒരു ദിവസം രാവിലെ ബർക്കത്തില്ലാത്ത ദിവസമാണെങ്കിൽ അന്നത്തെ ദിവസം ഒന്നിനും പറ്റൂല. ബറക്കത്തുള്ള ദിവസമാണെങ്കിലോ ഇന്ന് എന്തൊക്കെ നടന്നത് എന്ന് വൈകുന്നേരം കണക്കൂട്ടിയാ കിട്ടും. ഇന്നിപ്പോ എന്തൊക്കെ ഉണ്ടായി, കിട്ടും. ബർക്കത്തിൽ ഇന്നത്തെ ദിവസം ഒന്നും നടന്നില്ല, ബർക്കത്തില്ല ദിവസം. സുബ്ഹി നിസ്കാരം നഷ്ടപ്പെടുന്നവന് ബർക്കത്തില്ല. അത് നമ്മളെ കുട്ടിയേക്ക് നഷ്ടപ്പെട്ടാൽ കുട്ടിയേക്ക് ബർക്കത്തുണ്ടാവില്ല, വീട്ടിൽ നഷ്ടപ്പെട്ടാൽ വീട്ടിൽ ബർക്കത്തുണ്ടാവില്ല. അതുകൊണ്ട് മക്കളെ ആദ്യമായി പഠിപ്പിക്കേണ്ടത് അദബാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ച് മദീനത്തെ പള്ളിയിൽ ഒരിക്കൽ വന്നു. നബി തങ്ങളുടെ സദസ്സിലിരുത്തി. അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് സ്നേഹ സംസാരങ്ങൾ നടത്തുന്നതിനിടയിൽ ഒരു കടങ്കഥ ചോദിച്ചു. സഹാബ, കമ്പില്ലാത്ത ഒരു മരത്തിന്റെ പേര് പറയാമോ സഹാബ? കമ്പില്ലാത്തൊരു മരത്തിന്റെ പേര് പറയാൻ പറ്റുമോ? മരം എന്ന് പറഞ്ഞപ്പോ സഹാബാക്കൾ ഇങ്ങനെ കാട്ടുമരങ്ങളെ കുറിച്ച് ആലോചിച്ചു. മൂച്ചി, പിലാവ്, അതിനൊക്കെ കൊമ്പുണ്ട്, ഒരു ഐഡിയ ഇല്ല. അവസാനം അവർ പറഞ്ഞു, അല്ലാഹു റസൂലുഹു ആലം, അല്ലാഹു റസൂലിനറിയാം. നബി തങ്ങൾ മറുപടി പറഞ്ഞു, സഹാബാദി തപ്പന മരമാകുന്നു.
സദസ്സ് പിരിഞ്ഞു. സദസ്സ് പിരിഞ്ഞ് പോകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാപ്പാനോട് പറഞ്ഞു, വാപ്പാ, നബി തങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കതിന്റെ ഉത്തരം അറിയാമായിരുന്നു. ചോദിച്ചാൽ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അതിന്റെ ഉത്തരം അറിഞ്ഞു പറഞ്ഞു. എടാ മനെ, എന്തെടാ ഇജ്ജത് പറയാഞ്ഞേ? അതാണ് പറഞ്ഞിക്കുകയാണെങ്കിൽ വാപ്പാക്ക് എന്തൊരു അഭിമാനമായിരുന്നു. നാലാളിടയിൽ പറയണ്ടേ, ഇൽമല്ലേ, ചോദിച്ചാ പറയണ്ടേ. വാപ്പ 4 ഡയലോഗ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ വാപ്പയായിരിക്കുന്ന നിങ്ങളും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിൽ ഞാനൊരു ചെറിയ കുട്ടി, അതിനെങ്ങനെ മറുപടി പറയാനാണ്? അതാണ് അദബ് എന്ന് പറഞ്ഞ സാധനം. ഇവരെല്ലാം ഒക്കെ പറയാന്നുള്ളതല്ല. അദബ് എന്ന് പറഞ്ഞ സംഗതി അതാണ്.